വാർത്തകളുമായി ഇർഷാദ് നിങ്ങളുടെ മുമ്പിൽ. അതിരാവിലെ ഇന്ന് വരുമ്പോൾ അംബർ മദീനയിലെ ഗോഡൌണിൽ എല്ലാം തകിടുപൊടിയായിട്ടാണ് കിടക്കുന്നത്. അവിടെ നിന്നും ആദിശ് ഞാൻ നേരിട്ട് വിളിക്കുകയാണ്. മലപ്പുറത്ത് ആദിശ് ഞാൻ നേരിട്ട് സംവാദിക്കുകയാണ്. ഇന്ന് രാവിലെ വരുമ്പോൾ സന്തോഷും അതേപോലെ തന്നെ കബീറും അതിൻ്റെ അടിയിൽ ഉണ്ടെന്നാണ് കബീർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ നേരിട്ട് ആദിശടുത്തേക്ക് പോകാം. ആദിശ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആദിശ് കണ്ണൂരിൽ മലപ്പുറത്ത് ആദിശ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? എല്ലാം അട്ടിമറിഞ്ഞ് ഒന്ന് താളം കുത്തി വിൽക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഇവിടെ മിസ്റ്റർ ടാഗിംഗ് കബീറിന്റെ ഉള്ളിലുണ്ടോ എന്ന് സംശയമാണ് എനിക്ക് തോന്നുന്നു. ഇതിനിടയിൽ നിന്ന് എനിക്കൊരു ദൂർതാല് കിട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്ത് ഒരു മസൂർതാല് കിട്ടിയിട്ടുണ്ട്. ആദിശ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ അടിയിൽ നിന്ന് പിന്നെ സന്തോഷ് അല്ലെങ്കിൽ കബീർ ഉണ്ടാണോ അടിയിൽ? താങ്കൾ എന്താണ് അതിൽ വ്യക്തമായി പറയുന്നത്? ഇതിന്റെ അടിയിൽ നിന്നും ഒരു മൊബൈൽ റിംഗ് ചെയ്യുന്നത് ഉണ്ട് എന്നതാണ് ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? സന്തോഷിന്റെ കൈകാലുകൾ? ഒരു വിരല് മാത്രമേ. അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്നാണ് ചോദിച്ചത്. ജീവനുണ്ടോ അദ്ദേഹത്തിന്? അധികം മരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുക. താങ്കൾ ഹലോ ലൈനിൽ തുടരുക. ആദിശ് എനിക്ക് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തുടരുക, ലൈനിൽ തുടരുക. അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനം തടങ്ങാനുള്ള സജ്ജീകരണമെല്ലാം എത്തിച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും സഹായം എത്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള നടപടി സർക്കാർ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ പെട്ടെന്നുണ്ടായ സംഭവത്തിൽ എന്തെല്ലാം മന്ത്രിമാരാണ് എത്തിയിരിക്കുന്നത്? അജീഷ് പറഞ്ഞോളൂ. അമ്പർമതിയിൽ നിന്ന് ഡയറക്ടർ പി കബീറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ഇർഷാദും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ രക്ഷാപ്രവർത്തനത്തിനായി 1444 ഫയർഫോഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സന്തോഷിനെ കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് എവിടുന്നാണ് മറ്റുള്ള രാജ്യത്ത് എവിടുന്നാണ് എത്തിയിരിക്കുന്നത്? എവിടുന്നാണ് എത്തിയിരിക്കുന്നത്? യെസ്, 224 ഫയർഫോഴ്സ് പാനൂരിൽ നിന്നും, വളവട്ടണത്തിൽ നിന്ന് 3 ഫയർഫോഴ്സ്. ലൈനിൽ തുടരുക. പാനൂരിൽ നിന്നും എത്ര സന്നദ്ധമായ ഫയർഫോഴ്സ് ആണ് വന്നിരിക്കുന്നത്? എന്താണ് പാനൂരിൽ നിന്ന് 144 ഫയർഫോഴ്സ് ഒരു മെച്ചമുള്ള ഫയർഫോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഫയർഫോഴ്സ് ഓനെടുത്തിട്ട് നമ്മളെ